ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞ നമ്മൾ കോൺസെപ്റ്റ് പ്രൈം നമ്പറിനെ കുറിച്ചാണ്. അപ്പം മിക്ക ക്വസ്റ്റ്യൻ്റെ അകത്തും മിക്ക ആപ്റ്റിറ്റ്യൂഡിൻ്റെ അകത്തും നമ്മൾ കാണുന്ന ഒന്നാണ് പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കി തരാം. നമുക്കവിടെ ഇനിഷ്യലി ചോദിച്ചത് 241 എന്ന നമ്പർ പ്രൈം ആണോ അല്ലേ എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ 241നെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള സ്ക്വയർ റൂട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. അതേതാണ്? ഈ കേസിൽ അത് 256 ആണ്, 256 ആണ്. ഓക്കെ. 256ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? അത് 16 ആണ്. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ 16നെക്കാട്ടും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അത് ഏതൊക്കെയാണ്? 2 പ്രൈം നമ്പറാണ്, 3, അതുപോലെ തന്നെ 5, 7, 11, 13. ഈ നമ്പേഴ്സാണ് 16നെക്കാട്ടും ചെറുതായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രൈം ആണോ അല്ലയോ എന്ന് കാണേണ്ട ഒരു നമ്പർ ഉണ്ടാവില്ല. ഈ കേസിൽ അത് 241 ആണ്. ഈ നമ്പറിനെ നമ്മളിപ്പം എടുത്ത പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ കേസ് നമുക്ക് എടുത്തു നോക്കാം. 2 കൊണ്ട് 244 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 11 കൊണ്ട് പറ്റില്ല, 13 കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് 241 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ. ഈ രീതിക്കാണ് പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.